السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തരം വസ്ത്രധാരണം വിരോധിച്ചിരിക്കുന്നു, രണ്ട് തരം കച്ചവടവും വിരോധിച്ചിരിക്കുന്നു. അത് മുലാമസയും മുനാബദയും ആണ്. عن أبي سعيد رضي الله عنه قال نهى النبي صلى الله عليه وسلم عن لبستين وعن بيعتين الملامسة والمنابذة. കച്ചവടക്കാരന് ഒട്ടകങ്ങളോ പശുക്കളോ ആടുകളോ അതല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും മൃഗങ്ങളോ അവയെ കുറേ നേരത്തേക്ക് കറക്കാതെ നിർത്താൻ പാടില്ല, പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കറക്കാതെ നിർത്തുമ്പോൾ അകിടൊക്കെ നിറഞ്ഞ് കുറേ പാലുണ്ടെന്ന് പറയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണാൻ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. വാങ്ങിക്കുന്ന ആൾ വരുമ്പോൾ കാണുമ്പോൾ വലിയ രസമായിട്ട് തോന്നും, അല്ലെങ്കിൽ കൊള്ളാൻ നല്ല മൃഗമാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ കറവ താമസിപ്പിച്ച് നിർത്തി വരുന്ന ആളെ പറ്റിക്കാൻ നോക്കരുത്. അപ്പോൾ അത് വിരോധിച്ചിരിക്കുന്നു. അന്നഹിയ്യി ലിൽ ബാഇഇ അൻ ലാ യുഹഫിലൽ ഇബ്ലി വൽ ബഖറ വൽ ഗനമ വകുല്ലൻ മുഹഫലത്തിൻ വൽ മുസറാത്തുല്ലതി സുരിയ ലബനുഹ വഹുഖ്ന ഫീഹി വജുമിയ ഫലം യുഹ്ലബ് അയ്യാമൻ വാസ്ലു തസ്രിയതി ഹബ്സുൽ മാഇ യുഖാലു മിൻഹു സ്വറൈതുൽ മാഅ ഇദാ ഹസബ്തഹു. അത് നമ്മളിപ്പോൾ ഒരാൾ പശുവിനെ വിൽക്കാൻ, കറവയുള്ള പശുവിനെ വിൽക്കാൻ നിർത്തിയിരിക്കുന്നു, ഒരാൾ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് കറക്കുന്ന പശുവാണെങ്കിൽ ചിലപ്പോൾ 10 മണിയായാലും കറക്കാതിരിക്കുക. ഇതൊക്കെ അതിൽ വരുമായിരിക്കും, സൂക്ഷിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകങ്ങളെയും ആടുകളെയും കുറേ നേരത്തേക്ക് കറക്കാതെ നിർത്തരുത്. കാരണം വാങ്ങിക്കുന്ന ആൾക്ക് അതിനെ കറക്കാനോ എന്നിട്ട് ആ പാലെടുക്കാനോ അതല്ലെങ്കിൽ തിരിച്ച് പഴയ ഉടമസ്ഥന് കൊടുക്കാനോ ഒരു ഈന്തപ്പഴം കൊടുക്കാനോ ഉള്ള അധികാരം ഉണ്ട്. ഇബ്നു സിരീനിൽ നിന്ന് കുറച്ച് പേര് വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു സാഴ് ഗോതമ്പ് അവന് 3 ദിവസത്തെ സമയമോ തിരഞ്ഞെടുക്കാനുള്ളതോ ഉണ്ട്. വേറെ കുറച്ച് പേര് ഇബ്നു സിരീനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു ഈന്തപ്പഴം അതിന് 3 ദിവസത്തെ സാവകാശം പറയുന്നില്ല. പക്ഷേ ഒരു ഈന്തപ്പഴം എന്നുള്ളത് മിക്ക റിപ്പോർട്ടുകളിലും പറയുന്നുണ്ട്. قال أبو هريرة رضي الله عنه عن النبي صلى الله عليه وسلم لا تصر الإبل والغنم فمن ابتاعها بعد فإنه بخير النظرين بعد أن يحتلبها إن شاء أمسك وإن شاء ردها وساعة تمر. ويذكر عن أبي صالح ومجاهد والوليد بن رباح وموسى بن ياسر عن أبي هريرة عن النبي صلى الله عليه وسلم ساعة تمر. وقال بعضهم عن ابن سيرين ساعًا من طعام وهو بالخيار 3. وقال بعضهم عن ابن سيرين ساعًا من تمر ولم يذكر 3 والتمر أكثر. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആരെങ്കിലും ഒരു ആടിനെ വാങ്ങിച്ചാൽ, അതായത് കുറേ നേരത്തേക്ക് കറക്കാതിരുന്ന ആടാണ്, അങ്ങനെ വാങ്ങിച്ചാൽ അയാൾക്ക് ആ പാല് തിരിച്ച് കൊടുക്കാം ഒരു ഈന്തപ്പഴം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു ഒരു കച്ചവടക്കാരനെ വഴിയിൽ വെച്ച് കണ്ട് കച്ചവടം ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ്, അപ്പോൾ അന്നത്തെ കാലത്താണ് ഉദ്ദേശിക്കേണ്ടത്, 3 മാസവും ഒക്കെ സമയമെടുത്ത് പോയി സാധനങ്ങളൊക്കെ ഇപ്പോൾ സിറിയയിൽ നിന്നും ദൂരെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നു. ചന്തയിലെത്തുന്നതിന് മുമ്പ് വഴിക്ക് വെച്ച് അയാളുമായി കച്ചവടം ചെയ്യരുത്. കാരണം അയാൾക്ക് ആ മാർക്കറ്റിലെ അന്നത്തെ വില നിലവാരം അറിയില്ല. കാരണം അയാൾ 3 മാസം 6 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്, പാവം. അപ്പോൾ അതുകൊണ്ട് അയാളെ പറ്റിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് വഴിയിൽ വെച്ച് ഒരാൾ വരുന്ന ആളെ അയാളുടെ ചന്തയിൽ അല്ലെങ്കിൽ നാട്ടിൽ കയറി കാര്യങ്ങളൊക്കെ അറിയുന്നത് വരെ കച്ചവടം ചെയ്യാൻ പാടില്ല. വളരെ നല്ല അത്ഭുതകരമായ ഹദീസുകളാണ് നമ്മൾ കാണുന്നത്. പരോപകാരപ്രദമായ ഒരു പക്ഷപാതം ഇല്ലാത്ത, എല്ലാവരെയും തുല്യമായി കാണുന്ന, എല്ലാവരെയും തുല്യമായി കണക്കാക്കുന്ന, വാങ്ങിക്കുന്നവനെയും വിൽക്കുന്നവനെയും ഒക്കെ സംരക്ഷിക്കുന്ന നിയമങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കിട്ടിയത് അത്ഭുതകരമായ നിയമങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. عن عبد الله بن مسعود رضي الله عنه قال من اشترى شاة محفلة فردها فليرد معها صاعا من التمر. ونهى النبي صلى الله عليه وسلم أن تلقى البيوع.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കച്ചവട സംഘം അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ കാഫില വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയി അവരെ കാണരുത്, കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രം, അവരിൽ നിന്ന് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ പട്ടണം എത്തുന്നതിന് മുമ്പ്. പിന്നെ വേറെ ആരെങ്കിലും കച്ചവടക്കാർ മറ്റുള്ളവരുമായി കച്ചവടം ചെയ്തു വച്ചിരിക്കുന്ന വസ്തു ക്യാൻസൽ ചെയ്യുക, ഞാൻ നിനക്ക് കൂട്ടിത്തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും നല്ല വസ്തുവാണ് അതെനിക്ക് വേണം എന്നുള്ളത് കൊണ്ട് നടന്നിരിക്കുന്ന കച്ചവടം ഒഴിവാക്കാനോ അല്ലെങ്കിൽ വിൽക്കുന്ന ആളെ നിർബന്ധിക്കാനോ പാടില്ല. ആ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നജ്ജ് ചെയ്യാൻ പാടില്ല. പട്ടണവാസിയായ ഒരാൾ മരുഭൂമി വാസിയായ ഒരു മനുഷ്യന് സാധനങ്ങൾ വിൽക്കാൻ പാടില്ല. കച്ചവടത്തിന് വച്ചിരിക്കുന്ന ആടിനെ ഒരുപാട് നേരത്തേക്ക് കറക്കാതെ നിർത്താൻ പാടില്ല. അങ്ങനെയുള്ളൊരു മൃഗത്തിനെ ആരാണോ വാങ്ങിക്കുന്നത്, ആ വാങ്ങിക്കുന്ന ആൾക്ക് ആ പാല് തിരിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കറന്നു കഴിയുമ്പോൾ. അതല്ലെങ്കിൽ ഒരു ഈന്തപ്പഴം കൊടുക്കാം, അതല്ലെങ്കിൽ അത് കൊടുക്കാതെ സ്വയം എടുക്കാം. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا تلقوا الركبان ولا يبيع بعضكم على بيع بعض ولا تناجشوا ولا يبيع حاضر لباد ولا تصروا الغنم ومن ابتاعها فهو بخير النظرين بعد أن يحلبها إن رضيها أمسكها وإن سخطها ردها وساعا من تمر. പാല് കറന്നതിന് ശേഷം അത് തിരിച്ചു കൊടുക്കുന്നത് ഒരു ഈന്തപ്പഴത്തോടൊപ്പം, അത് പാലിൻ്റെ വിലയായിട്ടാണ് കണക്കാക്കുന്നത്. ആ മൃഗത്തിനെ ഒരുപാട് നേരം കറക്കാതെ വച്ചിരുന്ന മൃഗം ആയിരുന്നു കച്ചവടക്കാരൻ, മറ്റുള്ളവരെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇൻഷാ റദ്ദൽ മുസറാത്ത വഫി ഹൽബത്തിയ സ്വാവിൻ മിൻ തംറിൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും ഒരു ആടിനെ വാങ്ങിച്ചാൽ ആ ആടിനെ കറക്കാതെ വച്ചിരിക്കുകയായിരുന്നു ഒരുപാട് നേരം, എന്നിട്ട് അതിനെ കറക്കുന്നു, എന്നിട്ട് ആ പാല് എടുക്കുന്നു, എന്നിട്ട് അവന് തൃപ്തിയായാൽ അത് വയ്ക്കാവുന്നതാണ്, അതല്ലെങ്കിൽ തിരിച്ച് കൊടുക്കാവുന്നതാണ്. പാലിന് വേറെ ഒരു ഈന്തപ്പഴം കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇതിൽ നിന്നൊരു സംശയം വരുന്നുണ്ട്. നമ്മളിതുവരെ തിരിച്ച് പാല് കൊടുക്കുക എന്നായിരുന്നു തോന്നിയത്, പക്ഷേ ഇവിടെ നിന്ന് പാലല്ല, ആടിന് തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പാല് എടുക്കുകയും എന്നിട്ട് അതിന് വേണമെങ്കിൽ പകരം ഈന്തപ്പഴം കൊടുക്കുകയോ അതിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം എന്നും മനസ്സിലാവുന്നു. അല്പം സംശയകരമാണ്. സമയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇശ്തറാ ഗനമൻ മുസറാതൻ ഫഹ്തലബഹ ഫഇൻ റദിയഹ അംസകഹ വഇൻ സഖിതഹ ഫഫി ഹൽബതിഹ സ്വാവിൻ മിൻ തംറിൻ. വ്യഭിചാരിയായ ഒരു അടിമയെ വിൽക്കുന്നത്, ബൈൽ അബ്ദി അസ്സാനി. ശുറൈഹ് വിശദീകരിക്കുന്നു, വാങ്ങിക്കുന്ന ആൾക്ക് അങ്ങനെയുള്ള അടിമയെ അയാൾ ഉദ്ദേശിച്ചാൽ പഴയ വിറ്റ ഉടമസ്ഥന് തിരിച്ച് കൊടുക്കാവുന്നതാണ്. കാരണം അയാൾ അനധികൃത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായതുകൊണ്ട്. വഖാല ശുറൈഹുൻ ഇൻഷാ റദ്ദ മിനസ്സിന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു അടിമ സ്ത്രീ അല്ലെങ്കിൽ അടിമ പെൺകുട്ടി വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് സംശയാതീതമായി തെളിയിക്കപ്പെടുകയും ചെയ്താൽ അതിൻ്റെ ഉടമസ്ഥൻ അവളെ അടിക്കണം. അതിനുശേഷം അവളെ കുറ്റം പറയാൻ പാടില്ല ആ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട്. കാരണം അതിനുള്ള നിയമപരമായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. ആ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ കുറ്റം ആളുടെ മേലിൽ ആരോപിക്കാൻ പാടില്ല. ആ കുറ്റം തീർന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, അതില്ല, കഴിഞ്ഞുപോയി. അതിനുള്ള ശിക്ഷയും കൊടുത്തു. നിയമപരമായ ശിക്ഷയാണ് ആ രാജ്യത്തെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പറയാൻ പാടില്ല. അവൾ വീണ്ടും അത് ആവർത്തിച്ചാൽ അവളെ വീണ്ടും അടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അവളെ ആ കുറ്റം ആരോപിക്കാനോ പറയാനോ പാടില്ല. കാരണം നിയമപരമായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. അവളത് മൂന്നാമതും ആവർത്തിച്ചാൽ അവളെ വിറ്റ് കളയുക. ഏറ്റവും ചുരുങ്ങിയത് മുടി കെട്ടുന്ന ഒരു വള്ളിക്കെങ്കിലും, അപ്പോൾ അതായത് തലമുടി കെട്ടുന്ന, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ റിബണ്ണോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം, അത്രയും വില കുറഞ്ഞ രീതിയിലാണെങ്കിലും അവളെ വിറ്റ് കളഞ്ഞേക്കുക, പിന്നെ വയ്ക്കരുതെന്നാണ് പറയുന്നത്. ആണിനും പെണ്ണിനൊക്കെ ബാധകമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. ഇപ്പം നമ്മളുടെ കാലത്ത് അടിമത്വം ഇല്ല, ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇനി ഇത് തിരിച്ചു വന്നുകൂടാ എന്നൊന്നുമില്ല. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഇത് വന്നാൽ ഈ നിയമമൊക്കെ ബാധകമായിരിക്കും. عن أبي هريرة رضي الله عنه أنه سمعه يقول قال النبي صلى الله عليه وسلم إذا زنت الأمة فتبين زناها فليجلدها ولا يثرب ثم إن زنت فليجلدها ولا يثرب ثم إن زنت الثالثة فليبيعها ولو بحبل من شعر.
അബൂ ഹുറൈറയും സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹുമായും വിശദീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അടിമ പെൺകുട്ടിയെ പറ്റി ചോദിക്കപ്പെട്ടു. കന്യകയായിരുന്നു അവൾ, വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളെ അടിക്കുക. അവൾ രണ്ടാമതും അത് ചെയ്താൽ അവളെ വീണ്ടും രണ്ടാമതും അടിക്കുക. അവളത് മൂന്നാമത് ആവർത്തിച്ചാൽ അവളെ വിറ്റ് കളയുക, മുടി കെട്ടുന്ന ഒരു കയറിനാണെങ്കിൽ പോലും. ഇബ്നു ശിഹാബ് വിശദീകരിക്കുന്നു, എനിക്ക് സംശയമുണ്ട്, മൂന്നാമത്തത് കഴിയുമ്പോഴാണോ അല്ലെങ്കിൽ നാലാമത്തത് കഴിയുമ്പോഴാണോ വിൽക്കാൻ പറഞ്ഞത് എന്ന്. അപ്പോൾ 2 പ്രാവശ്യം ഇത് ആവർത്തിക്കുക, 3ാമത്തെ പ്രാവശ്യം വിൽക്കുക, അതല്ലെങ്കിൽ 3 പ്രാവശ്യം ആവർത്തിക്കുക, 4ാമത്തെ പ്രാവശ്യം വിൽക്കുക. അബീ ഹുറൈറത വ സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹുമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അനിൽ അമതി ഇദാ സനത് വലം തുഹ്സിൻ ഖാല ഇൻ സനത് ഫജ്ലിദൂഹാ ثم ഇൻ സനത് ഫജ്ലിദൂഹാ ثم ഇൻ സനത് ഫബീഉഹാ വലൗ ബിദഫീരിൻ. ഖാല ഇബ്നു ശിഹാബിൻ ലാ അദ്രി അബഅദ സാലിസതി അവി റാബിയതി. സ്ത്രീകളെ വിൽക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുമ്പോൾ അശ്ശിറായി വൽബൈഇ മഅന്നിസായി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, ബറീര എന്നു പേരുള്ള അടിമ പെൺകുട്ടിയുടെ കാര്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾ വാങ്ങിച്ച് സ്വതന്ത്രയാക്കൂ. കാരണം വലാ എന്ന് പറയുന്നത്, അതായത് രക്ഷാകർത്തൃത്വം. ഒരാളെ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോൾ ആ അടിമ എന്ന് പറയുന്നത് അതിന് നാട്ടിലെങ്ങും സ്വന്തക്കാരോ ബന്ധുക്കാരോ ഇല്ലാത്ത ആളായിരിക്കും. അപ്പോൾ അവരുടെ രക്ഷാകർത്തൃത്വം ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ അവരുടെ വിധേയത്വം, ഇപ്പോൾ എനിക്ക് എന്നെ സ്വതന്ത്രനാക്കിയ ആൾ എന്നുള്ള രീതിയിൽ ആ ചെയ്ത ആളോട് നമുക്കൊരു വിധേയത്വം ഉണ്ടാവും. അതിനെയാണ് ഉദ്ദേശിക്കുന്നത് വലാ. അത് സ്വതന്ത്രമാക്കപ്പെടുന്ന ആൾക്ക് ഉള്ളതാകുന്നു. വൈകുന്നേരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു. അള്ളാഹു എത്രമാത്രം അർഹിക്കുന്നുവോ അത്ര അധികം, അപ്പോൾ അതായത് നിന്നങ്ങ് അല്ലെങ്കിൽ ഇരുന്നങ്ങ് സ്തുതിച്ചിട്ടുണ്ടാവും ഒരുപാട് നേരം. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എത്രമാത്രം അള്ളാഹു അർഹിക്കുന്നുവോ അത്രമാത്രം സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് കുറച്ച് ആളുകൾ ഇങ്ങനെ നിയമങ്ങളും കണ്ടീഷനൊക്കെ വയ്ക്കുന്നത്? അള്ളാഹുവിൻ്റെ പുസ്തകത്തിൽ ഇല്ലാത്തത്, അല്ലെങ്കിൽ നിയമത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ. ആരൊക്കെ അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നുവോ അതൊന്നും അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽപ്പെട്ടതല്ല. അവ എല്ലാം ഇല്ലാതെയായി പോവും, അല്ലെങ്കിൽ അതിനൊരു വിലയും ഉണ്ടാവുകയില്ല. അവൻ അതുപോലത്തെ 100 നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ പോലും അതിനൊന്നും ഒരു വിലയും ഇല്ല. കാരണം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ആകുന്നു സത്യം, അതാകുന്നു ഏറ്റവും വിശ്വാസ്യം ആയത്. ഈ ഹദീസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അടിമ സ്ത്രീയെ മേടിച്ച് മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വിൽക്കുന്ന ആൾ പറയും അത്രേ, അവളുടെ വല ഞങ്ങളായിരിക്കും എന്ന്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അയാൾ പൈസ മേടിച്ച് സ്വതന്ത്രമാക്കിയിട്ട് പൈസ മുടക്കിയ ആൾക്ക് ഒരു അധികാരം ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഹദീസ് നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ആരാണോ പൈസ മുടക്കി സ്വതന്ത്രമാക്കുന്നത്, പൈസ മുടക്കി കഴിയുമ്പോൾ അടിമത്വം ഇങ്ങോട്ട് മാറി, അടിമയുടെ ഉടമസ്ഥത. അത് കഴിഞ്ഞ് സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വല ഇങ്ങോട്ടായിരിക്കണം. ആളുകൾ അവിടെ ആ നാട്ടിൽ വേറെ രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾ ചില കണ്ടീഷനൊക്കെ വയ്ക്കുമോ ഏതാണ്ടൊക്കെ ചെയ്തു. അതാണ് ഈ പറയുന്നത്. കാലത്ത് ഇഷത്തു റളിയല്ലാഹു അൻഹ ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകർതു ലഹു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്തരി വഅതഖി ഫഇന്നമൽ വലാഉ ലിമൻ ആതഖ ثم قام النبي صلى الله عليه وسلم من العشي فأثنى على الله بما هو أهله ثم قال ما بال للناس يشترطون شروطا ليس في كتاب الله من اشترط شرطا ليس في كتاب الله فهو باطل فإن اشترط 100 شرط شرط الله أحق وأوثق. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ ബരീരയെ വാങ്ങിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അതിൻ്റെ ഉടമസ്ഥർ വിൽക്കാൻ വിസമ്മതിച്ചു. അവർ വല ആണ് എങ്കിൽ മാത്രമേ അങ്ങനെ വിൽക്കുള്ളൂ എന്നവർ പറഞ്ഞു അത്രേ. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് കണ്ട ഹദീസിൻ്റെ തുടർച്ചയാണ്. അത് പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഹദീസിൽ ആളുകൾ കുറേ കണ്ടീഷൻ വെച്ചായിരിക്കും, അതാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഹദീസിൻ്റെ ആവർത്തനം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, വലാ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉടമസ്ഥത അല്ലെങ്കിൽ ആ അടിമയുടെ സ്വതന്ത്രയാക്കപ്പെട്ട അടിമയുടെ വിധേയത്വം എന്ന് പറയുന്ന ആരാണോ സ്വതന്ത്രയാക്കുന്നത് അവർക്കുള്ളതാകുന്നു. ഹമ്മാമ് നാഫിനോട് ചോദിച്ചു, ബരീറയുടെ ഭർത്താവ് സ്വതന്ത്രനായിരുന്നോ അതോ അടിമയായിരുന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, അദ്ദേഹത്തിന് അറിയില്ല എന്ന്.
عن عبد الله بن عمر رضي الله عنهما أن عائشة رضي الله عنها ساومت بريرة فخرج إلى الصلاة فلما جاء قالت إنهم أبى أن يبيعوها إلا أن يشترطوا الولاء فقال النبي صلى الله عليه وسلم إنما الولاء لمن أعتق قلت لنافع حرا كان زوجها أو عبدا فقال ما يدريني. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.